അമ്മയുടെ സമ്മതം കിട്ടിയിട്ട് സത്യയുടെ പ്രതിഭ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നില്ല. എടി, അമ്മയുടെ പൂർണ്ണ സമ്മതമില്ലാതെ അവളെ ഇവിടെ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം മതിയല്ലോ. ശ്യാമേട്ടനും സ്വന്തമായിട്ടൊരു വീടില്ലാത്തോണ്ടല്ലേ എനിക്ക് ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുന്നേ. എടി, നിന്റെ പ്രശ്നം നീ അമ്മയോട് സീരിയസ് ആയിട്ടൊന്ന് സംസാരിക്കേ. അമ്മ വിളിച്ച പ്രതിഭയും അനുവടുത്തിയും ഒക്കെ ഇങ്ങോട്ട് തിരിച്ചു വരും. അമ്മ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി മാത്രമേ ചെയ്യൂ. അത് നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. മരുമക്കളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം അമ്മ സമ്മതിക്കാനിടയില്ല. പിന്നെ ചെയ്യാവുന്നത് അയാളെ അടുക്കള ജോലി ഏൽപ്പിക്കാവുന്നുള്ളത്. അതിലൊന്നും മുറുകെ പിടിച്ചു നോക്ക്. അയ്യോ, ചായ മോളിത് കുടിച്ചേ. കുടിക്കും മക്കളെ ഇത്തിരി. വേണ്ടേ? എന്നാ മക്കൾ കുടിച്ചോ. അതെന്താ, പാല് കുടിക്ക്. നമുക്ക് നേഴ്സറി പോവണ്ടേ? ഇന്നെന്തായാലും പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാരും ഹോസ്പിറ്റലിലല്ലേ. ഞങ്ങള് പോവും. അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോകാൻ വരൂ. ആണോ? മക്കൾക്ക് നേഴ്സറി പോവാൻ ഇഷ്ടാണോ? ഇഷ്ടാ. അവിടെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ആഹാ, ഒത്തിരി കൂട്ടുകാരുണ്ടല്ലേ. ഇതുകൂടി കുടിക്ക. ശകലം കുടിച്ചോ, വയറങ്ങ് അറിയട്ടെ. ഇച്ചിരി കുടിക്ക. മക്കൾ കുടിച്ചു. നോക്ക്, അച്ഛൻ വന്നല്ലോ. വിച്ചുമാൻ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ വന്നു. ഇനി നിങ്ങൾക്ക് നേഴ്സറി പോവാട്ടോ. മാഷിന് എങ്ങനെയുണ്ട്? നമ്മള് ഭയന്ന പോലെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല ഭാനുമേ, അമ്പിളി എന്തോ സ്വപ്നം കണ്ടതാ, അല്ലാതെ അച്ഛന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോ വരില്ല ചുട്ടി. മക്കളെ, നേഴ്സറി വിട്ട് വരുമ്പോഴേക്കും അച്ഛനും അമ്മയും ഇവിടെ കാണും കേട്ടോ. മുത്തശ്ശനും ഉടനെ വരും കേട്ടാ. ഭാനുമേ, ബ്രെഡും ജാമും ബിസ്ക്കറ്റും എല്ലാം ഉണ്ട്. ഇവർക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മതി. ഭാനുമേ ഇത് തന്നെ കഴിച്ചാ മതി. എന്റെ കാര്യം നോക്കണ്ട മക്കളെ, കുഞ്ഞുങ്ങളുടെ കാര്യം നടക്കണം. അല്ല, പാല് മേടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പാലും പഴവും ഒക്കെ ഉണ്ട്. അത് മതി. നീ കുറച്ചു സമയം ഇവരോടൊപ്പം ഇരുന്ന് കളിക്ക്. ഞാനേ ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാം. ഭദ്രമോളും ആർച്ചമോളും ഉണരുമ്പോഴേക്കും പാല് തിളപ്പിച്ചു വെക്കണം. 4 കുട്ടികളെയും കൊണ്ട് ഭാനുമയ്ക്ക് രാത്രി ഉറങ്ങാൻ പറ്റി കാണില്ല അല്ലേ? മക്കളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടായില്ല. അവര് നല്ല ഉറക്കമായിരുന്നു. പക്ഷെ എനിക്ക് ഉറക്കം വന്നില്ല. ഒന്നാമത് മാഷിനെ ഓർത്തുള്ള വിഷമം. പിന്നെ ഞാൻ ഉറങ്ങിപ്പോയാ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കോ എന്നൊരു പേടി. കാലം ഇതല്ലേ മക്കളെ. ഇന്നലെ അമ്പിളിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാ. ഇനി ഒരിക്കലും ഭാനുമ്മയും കുട്ടികളെയും രാത്രി ഞാൻ തനിച്ചാക്കില്ല. ശരി മോനെ, ഞാൻ ഇപ്പൊ വരാം. പിന്നെ കുട്ടികൾ പാല് കുടിച്ചിട്ടില്ല, അവർക്കതൊന്ന് കൊടുത്തേക്കണേ. ശരി ഭാനുമ്മ. പിന്നെ മോനെ, വേഗം പാല് കുടിച്ചേ. പാല് കുടിച്ചിട്ട് വേഗം നേഴ്സറി പോകാൻ കുളിച്ച് റെഡി ആവണം കേട്ടോ. ലച്ചൂട്ടിക്ക് റെഡി ആവണ്ടേ? എന്റെ ലച്ചൂട്ടിക്ക് സ്കൂട്ടറിൽ പോവണ്ടേ? പാലിനൂടെ ഈ ബിസ്ക്കറ്റും കൂടെ കഴിച്ചേ. പാല് കുടിച്ചേ, കുടിച്ചടാ. അങ്ങനെ ലച്ചൂട്ടിയും കുടിച്ചോ. കുടിച്ചേ. നമുക്കേ വിച്ചുമാനൊക്കെ തോൽപ്പിക്കാം. കുടിച്ചേ, കുടിച്ചേ, കുടിച്ചേ. എന്നാ കുറച്ചുകൂടി കുടിച്ചോടാ. അമ്മയ്ക്ക് എങ്ങനെ എടുക്കൂ? അങ്കിളെ, പേടിക്കാനൊന്നുമില്ലെന്നാ ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു. അമ്പിളി ചേച്ചി ദുസ്വപ്നം കണ്ട് പേടിച്ചതാങ്ങളെ, വേറൊന്നും അല്ല. ഞാൻ പോകുമ്പോ നിന്നോട് പറഞ്ഞല്ലേ സൂക്ഷിക്കണമെന്ന്. അപ്പോഴേ അവള് മാനസികമായിട്ട് തകർന്നിരിക്കരുത്. അങ്കിളെ, ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ശരിക്കും പറഞ്ഞ അവളെക്കാളെ പേടിച്ചത് ഞാനാ. അമ്മാവന് അപകടമൊന്നും സംഭവിച്ചില്ലെന്ന് മനസ്സിലായപ്പോഴാ ശ്വാസം നേരെ വീണ. അപ്പോഴേക്കും അമ്പിളി വേറെ ലെവലിലേക്കും പോയി. അതോടെ പിന്നെ എനിക്ക് ഇന്ദ്രനെ വിളിക്കേണ്ടി വന്നു. അല്ല, അവിടെ ഇപ്പോ നോർമൽ ആയാലോ അല്ലേ? കാര്യങ്ങളൊക്കെ ശരിക്കും ബോധ്യമായോ?
അതൊക്കെ അവളുടെ തോന്നലാണെന്ന് IC പോയി അമ്മാവനെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. പക്ഷേ അതിനുശേഷം വീണ്ടും തളർന്നു വീണ് എന്താണെന്ന് മനസ്സിലാവാത്ത. നീ അമ്പിളിയോട് സംസാരിച്ചിരുന്നു? ഇല്ല അങ്കിളെ, ചേച്ചി ഇപ്പോഴും പാതി മയക്കത്തില. ഈ സമയത്ത് ഓരോന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. അങ്കിളെ, നമുക്ക് വേണമെങ്കിൽ അകത്തുപോയി അമ്പിളി ഒന്ന് കാണാം. എന്നാ വാ, എന്താണ് കണ്ടീഷൻ നോക്കാം. അനു വാ. 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 ചേച്ചി, അമ്പിളി ചേച്ചി.